സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും ഉദ്വേഗഭരിതമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ. കുടിയേറ്റക്കാർ ഏറെയുള്ള മണ്ഡലം, ജില്ലയിലെ UDFന്റെ ശക്തി കേന്ദ്രം. ഇരിട്ടി മുനിസിപ്പാലിറ്റിയും ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പേരാവൂർ മണ്ഡലം. 1977 മുതൽ മണ്ഡലം നിലവിൽ വന്നതു മുതൽ UDF തന്നെയാണ് മണ്ഡലത്തിലെ ശക്തമായ സാന്നിധ്യം. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ മണ്ഡലം അദ്ദേഹം തന്നെ നിലനിർത്താൻ UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമെന്ന് ആദ്യമേ ഏവർക്കും വ്യക്തമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് വന്നത് LDF സ്ഥാനാർത്ഥി രംഗത്തെത്തിയതോടെയാണ്. പേരാവൂർ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യവുമായി കണ്ണൂരിലെ UDF ശക്തി കേന്ദ്രത്തിൽ KK ശൈലജയെ തന്നെ CPM കളത്തിലിറക്കിയതിന് പിന്നിൽ ലക്ഷ്യം ഒന്നു മാത്രം: പേരാവൂർ സണ്ണി ജോസഫിൽ നിന്നും പിടിച്ചെടുത്ത് മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ചവിട്ടുപലകയാക്കുക. പേരാവൂർ ജയിച്ചാൽ അത് LDFന് അഭിമാന വിജയമാണ്. കാരണം 99 സീറ്റുകൾ നേടി LDF തരംഗം ആഞ്ഞുവീശിയ 2021 തിരഞ്ഞെടുപ്പിൽ പോലും ഒരു കോട്ടവും തട്ടാതെ UDFന് കൈകൊടുത്ത മണ്ഡലമാണ് പേരാവൂർ. പേരാവൂരിലേക്ക് ശൈലജയുടെ തിരിച്ചുവരവ് കഴിഞ്ഞ 3 ടേമിലും MLA ആയ സണ്ണി ജോസഫിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ട് 2006 വിജയം ആവർത്തിക്കാനായിരിക്കും. 2006 നിയമസഭാ പോരാട്ടത്തിൽ കോൺഗ്രസിലെ അന്നത്തെ MLA കൂടിയായിരുന്ന പ്രൊഫസർ AD മുസ്തഫയിൽ നിന്ന് KK ശൈലജ 9099 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത്. ആ വിജയം പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. തൊടുപുഴക്കാരനായ സണ്ണി ജോസഫിന്റെ വരവ് ശൈലജയുടെ അടി തെറ്റിച്ചു. 56,151 വോട്ടുകൾ നേടിയ സണ്ണി ജോസഫ് 52,711 വോട്ടുകൾ നേടിയ ശൈലജയെ 2ാം സ്ഥാനത്താക്കി. പിന്നീട് കൂത്തുപറമ്പിലും മട്ടന്നൂരിലും മത്സരിച്ച് വിജയിച്ച ശൈലജ പിന്നീട് ഇപ്പോഴാണ് പേരാവൂരിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത്. 2016 65,659 വോട്ടുകൾ നേടിയ സണ്ണി ജോസഫ് ബിനോയ് കുര്യനെ പരാജയപ്പെടുത്തിയത് 7,989 വോട്ടുകളുടെ ലീഡ് നേടിയാണ്. 2021 വിജയ ലീഡ് 3,172 കുറഞ്ഞെങ്കിലും CPM സ്ഥാനാർത്ഥിയും എതിരാളിയുമായ സക്കീർ ഹുസൈനെ പരാജയപ്പെടുത്തി സണ്ണി ജോസഫ് തന്നെ തന്റെ MLA സ്ഥാനം നിലനിർത്തി. 2026 തന്റെ പ്രതാപം തിരിച്ചുപിടിക്കാനെത്തുന്ന KK ശൈലജ 2011 കണക്ക് ചോദിക്കാൻ കൂടിയാകും രംഗത്തെത്തുന്നത്. താൻ കഴിഞ്ഞ 15 കൊല്ലങ്ങളായി പേരാവൂരിന് നൽകുന്ന വികസന മുന്നേറ്റത്തിന് ജനങ്ങൾ ഇനിയും കൂടെ നിൽക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് സണ്ണി ജോസഫിനുള്ളത്. അവിടെ എതിരാളിയുടെ ശക്തിയിലോ പോരായ്മയിലോ ഉപരി തന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ആത്മവിശ്വാസമാണുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60,963 എന്ന കനത്ത ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ മട്ടന്നൂരുകാരുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായത്. ഈ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസം പേരാവൂരിലും ശൈലജയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരിക്കൽ പേരാവൂരുകാരുടെ മനസ്സറിഞ്ഞ ജനനേതാവാണ് ശൈലജ എന്നതുകൊണ്ട് തന്നെ പ്രവർത്തനം ശക്തമാക്കിയാൽ സണ്ണി ജോസഫിനോടുള്ള മധുര പ്രതികാരമാകുമതെന്നാണ് പാർട്ടിയും വിശ്വസിക്കുന്നത്. മട്ടന്നൂരില്ലെങ്കിൽ മത്സരിക്കുന്നില്ല, അതായിരുന്നു ആദ്യം ശൈലജയുടെ നിലപാട്. എന്നാൽ പാർട്ടിക്ക് വേരോട്ടമുള്ള സ്ഥലമെന്ന നിലയിൽ അവിടെ ശൈലജ തന്നെ വേണമെന്നില്ലെന്ന് CPMന് ഉറപ്പായിരുന്നു. അതിനുശേഷമാണ് പേരാവൂരിൽ ശൈലജയ്ക്ക് അവസരം പാർട്ടി നീട്ടിയത്. താൻ ആദ്യമെടുത്ത നിലപാട് തിരുത്തി പേരാവൂരിൽ തിരിച്ചെത്താൻ അതോടെ അവർ തീരുമാനിക്കുകയും ചെയ്തു. പേരാവൂർ താൻ ജനിച്ചു വളർന്ന മണ്ണാണെന്നും മണ്ഡലത്തിലെ ജനങ്ങൾ തനിക്കൊരവസരം കൂടി നൽകണമെന്നുമാണ് ശൈലജ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ പ്രതികരിച്ചത്. വലിയ സ്വാധീനമൊന്നും NDAക്ക് മണ്ഡലത്തിലില്ല. എന്നിരുന്നാലും NDAക്ക് വേണ്ടി BDJS സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടാണ് രംഗത്തിറങ്ങിയത്. 2016 BJPക്ക് വേണ്ടി മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. കൃത്യമായി ഇവിടെ പോരാട്ടം ഇടത് വലത് മുന്നണികൾ തമ്മിലാണ്. കോൺഗ്രസ് ശക്തി കേന്ദ്രമെന്ന് വിശ്വസിക്കുന്ന മണ്ഡലവും 3000-ലധികം വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ തവണ നേടിയ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഇക്കുറി നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത്. ഭരണവിരുദ്ധ വികാരം അലതല്ലുന്ന സംസ്ഥാനത്ത് ഒരു UDF തരംഗം പ്രതീക്ഷിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച് പേരാവൂർ പോലൊരു ശക്തി കേന്ദ്രത്തിൽ KPCC പ്രസിഡന്റ് തന്നെ മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുന്നുമില്ല. കഴിഞ്ഞ 3 തവണയും തങ്ങളെ നിയമസഭയിൽ പ്രതികരിച്ച നേതാവിനോടുള്ള വിലയിരുത്തൽ കൂടിയാകും കോൺഗ്രസ് നേതാവിന് ജനങ്ങൾ നൽകുന്ന റിസൾട്ട് എന്നതും നമുക്ക് കരുതാം. 2006 CPM വിജയത്തിന് ശേഷം 2009 മണ്ഡല പുനർനിർണയം നടന്നതും കോൺഗ്രസിന് കൂടുതൽ ഗുണമേകി എന്ന് തന്നെ പറയാം. കുടിയേറി വന്ന സിറിയൻ ക്രിസ്ത്യാനികളും കൺവേർട്ടഡ് ക്രിസ്ത്യാനികളുമൊക്കെയായി ക്രിസ്ത്യൻ സമൂഹം കൂടുതലുള്ള മേഖലയാണ് മണ്ഡലം. ഇതും സണ്ണി ജോസഫിന് ഒരുപടി മുൻതൂക്കം നൽകുന്നുണ്ട്.
കെ ശൈലജയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർ മട്ടന്നൂരിൽ മത്സരിക്കുമ്പോൾ അന്ന് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു അവർ. നിപ, കോവിഡ് മഹാമാരി എന്നീ ദുരന്തങ്ങളെ പക്വതയോടെ നേരിട്ട ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള ജനപ്രീതി കൂടി അന്നവർക്ക് സപ്പോർട്ടായി ഉണ്ടായിരുന്നു. രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുൻ ആരോഗ്യമന്ത്രി വീണ്ടും മന്ത്രിപദത്തിൽ എത്തുമെന്ന് പലരും കരുതിയെങ്കിലും അതുണ്ടായില്ല. കൂടാതെ MLA ആയിരിക്കെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും വടകരയിൽ നിന്ന് 1,14,506 വോട്ടുകളുടെ വമ്പൻ മാർജിനിൽ ശൈലജ കോൺഗ്രസിലെ ഷാഫി പറമ്പിലിനോട് തോറ്റു. മട്ടന്നൂരിൽ ജനം നൽകിയ കനത്ത പിന്തുണ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതിഫലിച്ചില്ല എന്ന് മാത്രമല്ല, കനത്ത പരാജയമാണ് അവിടെ അവർക്ക് നേരിടേണ്ടി വന്നത്. കേരളത്തിലുടനീളം ആ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് ജയിക്കാനാകില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. എന്നാലും 2024 തോൽവി ശൈലജയെ തളർത്തുമെന്നും കരുതാൻ വയ്യ. ചുരുക്കത്തിൽ വലത് ചായ്വ് പൊതുവെയുള്ള പേരാവൂരിന്റെ മണ്ണിൽ ഒരിക്കൽ നേടിയ വിജയം നൽകിയ ആത്മവിശ്വാസവും പാർട്ടിയുടെ സപ്പോർട്ട് ശൈലജയ്ക്കും തന്നെ കൈവിടാതെ കഴിഞ്ഞ 15 വർഷങ്ങളായി ചേർത്തു നിർത്തിയ പേരാവൂരിനോടുള്ള വിശ്വാസം സണ്ണി ജോസഫിനും കരുത്തു പകരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.